ബിഗ് കൊഡക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കുറച്ച് എ ഐ സ്കിൽസിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും എ ഐ ടൂൾസും സോഫ്റ്റ്വെയറും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ എ ഐ എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ എ ഐ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ നമ്മൾ നല്ലൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് എല്ലാവരും നോക്കാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് എഴുതി കൊടുക്കുന്നതിലും നല്ലതായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ടും അതുപോലെ നല്ലതായിരിക്കും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പൈത്തൺ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് സ്കാൻ ചെയ്യുന്ന സ്ക്രിപ്റ്റ് കൊടുക്കുന്നതിന് പകരം അതിൽ ഏത് ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ഇൻപുട്ടാണ് കൊടുക്കുന്നത്, അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ കട്ടായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടി നന്നായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗിറ്റ് ഹബ് പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തൊരു പ്രോംപ്റ്റാണ്. അപ്പൊ ഇതില് നമ്മൾ ഈ എഐന് ഒരു റോൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് നമ്മുടെ റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ അതേ റിക്വയർമെന്റിന്റെ ഒപ്പം തന്നെ നമ്മൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഇതാവുന്നത്, ലൈക്ക് ടെക് സ്റ്റാക്ക്, ഇപ്പോൾ ഡിസൈൻ തീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് ക്ലിയർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ഇൻപുട്ട് നല്ലൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മോഡലാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് എ ഐ തരുന്നതാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് എ ഐ ഓട്ടോമേഷൻസ് ആണ്. ഓട്ടോമേഷന് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ N8N അതുപോലെ make.com അങ്ങനത്തെ വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ മാനുവലി ചെയ്യുന്ന ഒരുപാട് വർക്ക്സും കാര്യമൊക്കെ നമുക്ക് എഐനെ കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വരുന്നൊരു മെയില് റീഡ് ചെയ്ത് അതിനെന്ത് ആപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഓട്ടോമേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് വാട്സപ്പ് ഒരു ചാറ്റ് ബോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഇല്ലെങ്കിലും നമ്മളിൽ കറന്റ് അവൈലബിൾ അല്ലെങ്കിലും നമുക്ക് വരുന്ന മെസ്സേജസ് മാനേജ് ചെയ്യാനും അതിനൊരു റിപ്ലൈ കൊടുക്കാനും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിൽ ഒരു ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കസ്റ്റമേഴ്സ് വരുന്ന എൻക്വയറീസും കാര്യമൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് റിപ്ലൈ കൊടുക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എ ടൂൾസ് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എക്സ്ട്രാ അവൈലബിൾ ആവും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്കില്ലാണ് എ ഐ ഡിസൈൻ. എ ഐ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടൂൾസിലേക്ക് ChatGPT, Gemini ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനും വീഡിയോസ് ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ലെവൽ വർക്ക് അല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ചെറിയ കറക്ഷൻസ് അല്ല ഇമേജ് എക്സ്റ്റൻഷൻ, ക്രോപ്പ് ചെയ്യുക, ഇമേജിൽ നിന്ന് സംഭവങ്ങൾ റിമൂവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എ ഐ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ക്യാൻവ യൂസ് ചെയ്തിട്ടും ഈ ChatGPT, Gemini അങ്ങനത്തെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ എ ഡിസൈനും എഡിറ്റിംഗും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനായി ചാനൽ ഫോളോ ചെയ്യുക.